ഹായ്. വർക്കൗട്ടിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിക്ക് മുമ്പ് സ്ട്രെച്ചസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് അപ്പർ ബോഡി സ്ട്രെച്ചസ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ചെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ഒരു ബോളിന്റെ ഈ ഒരു അറ്റത്ത് നമ്മളൊരു എൽബോ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ആംഗിളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചൊന്ന് കൈ വെക്കുക. ഇപ്പൊ റൈറ്റ് സൈഡാണ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് കാലൊരു സ്റ്റെപ്പ് വെക്കുക. ജസ്റ്റ് ഒരു ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഒരു 10 സെക്കൻഡ്സ് മിനിമം ഹോൾഡ് ചെയ്യണം സ്ട്രെച്ച്, എന്നാലേ ഒരു എഫക്ട് കിട്ടുള്ളൂ. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം, റിലാക്സ്. അഗെയിൻ സെയിം തന്നെയാണ് ലെഫ്റ്റ് കയ്യിൽ വരാം. ഓക്കെ, സെയിം പൊസിഷനിൽ നിൽക്കുക, ഒന്ന് പോക്കുക, സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബൈസെപ്സ് ആണ്. ബൈസെപ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു എൽ ഷേപ്പില് തമ്പ് വെക്കാം. ഓക്കെ, ബോഡി വോളിനോട് ശരിക്കും ചേർന്ന് നിൽക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യാം. ബോഡി ഒന്ന് ടേൺ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ബൈസിന് സ്ട്രെച്ച് ഫീൽ ചെയ്യും. സെയിം 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. എല്ലാ സ്ട്രെച്ചസും ഒരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. സെയിം തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ, ബോഡി ശരിക്കും ടേൺ ചെയ്യുക, സ്ട്രെച്ച് ഫീൽ ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇനി വരുന്നത് ട്രൈസെപ്സ്. ട്രൈസെപ്സ് ചെയ്യുമ്പോൾ കൈ ഓപ്പോസിറ്റ് ഷോൾഡർ ബ്ലേഡിൽ വെക്കുക. ഓക്കെ, ഒന്ന് സെയിം ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക, 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. സെയിം ലെഫ്റ്റ് കൈ കുറച്ചും കൂടി ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മസിലിൽ സ്ട്രെച്ച് കിട്ടും. രണ്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിലാണ്, രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ ഫൈൻ. ഇനി വരുന്നത് നമ്മളുടെ ഷോൾഡർ മസിൽസ്. ഷോൾഡർ മസിൽസിന് നമ്മളുടെ കൈ സ്ട്രെയിറ്റ് വെക്കുക, മറ്റേ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. സോ ഈ ഭാഗത്ത് സ്ട്രെച്ച് കിട്ടും. എല്ലാം 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം, 10 റിപ്പീറ്റേഷൻ ട്രൈ ചെയ്യാം. ഓക്കെ.